ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റോറി സീസൺ 2. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ പറ്റി അധികം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു മൂവിയാണ്, ഒരു പ്രൊപ്പഗാണ്ട, ഒരു തീട്ടപ്പടമാണ് കേരള സ്റ്റോറി. അതിനകത്ത് ഹലോ ഐ ആം സാലി ഉണ്ണികൃഷ്ണൻ ഫ്രം ട്രിവാൻഡ്രം നിങ്ങൾ മറന്നിട്ടുണ്ടാവത്തില്ലല്ലോ. നമ്മുടെ കേരളത്തെ അവമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടീം പടച്ചു വിട്ട ഒരു സാധനമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. അതിന്റെ രണ്ടാമത്തെ സീസൺ 2 അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് സീരിയസ്ലി ഇതൊരു പ്രൊപ്പഗണ്ട മൂവി ആണെങ്കിൽ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു മലയാളി എന്ന നിലയിൽ ഇത് എന്തുവാണ് ഇത് ഏത് കേരളയുടെ യുവമാര് കാണുന്നതെന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത്രയ്ക്കുണ്ട് യുവമാർ അതിനകത്ത് പടച്ചു വിട്ടേക്കുന്ന സാധനം. എന്താണെങ്കിലും അടുത്ത ഒരു നാഷണൽ അവാർഡിനുള്ള മുതലുണ്ട് ഈ ഒരു സാധനം എന്നാണ് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റോറിക്കായിരുന്നു അന്നത്തെ ബെസ്റ്റ് ഡയറക്ഷൻ ഉള്ള ഏതൊരു സുദീപ് സത്ത സെന്നോയ് ആ ഒരു നാറിക്കാണ് ഇത് കിട്ടിയത്. പിന്നെ ബെസ്റ്റ് സിനിമറ്റോഗ്രാഫിക്കുള്ള അവാർഡും കിട്ടിയ നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് കേട്ടോ. അപ്പം 2026 നാഷണൽ അവാർഡും ബെസ്റ്റ് ആക്ടേഴ്സിനൊക്കെ ഉള്ള അവാർഡ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭയങ്കര കളക്ഷൻ നേടിയ ഒരു പടമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തോ 15-20 കോടിക്ക് ഇറങ്ങിയിട്ട് 300+ കോടി രൂപ കളക്ഷൻ കിട്ടിയെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. എന്താണെങ്കിലും കേരളക്കാരെ പറയുന്നത് കേൾക്കാൻ ബാക്കിയുള്ള ടീംസിന് വലിയൊരു ഉത്സാഹം ആയതുകൊണ്ട് പൈസ മേടിക്കും. പിന്നെ ഉമ്മാരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് കേരളം ഇത് ഇങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉമ്മാരുണ്ട്. അല്ലെങ്കിലും ബാക്കിയുള്ള നാടുകൾക്ക് നമ്മളെ കണ്ടുവിടും, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കേരളത്തിനെതിരെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നോർത്തിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടും. എന്നാൽ അവിടുന്ന് തൊഴിലിന് വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവന്മാരുടെ ചോദിച്ചാലേ കേരളം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇവരൊന്നും ഈ സിനിമ എടുത്ത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറോ ഇത് എഴുതിയവനോ ഇതിന്റെ ഡയറക്ഷൻ ചെയ്തവനോ ഒന്നും കേരളത്തിലോട്ടൊന്നും വന്നിട്ട് പോലും ഇല്ല. അവര് വന്നു കഴിഞ്ഞാൽ മുക്കയിൽ പിടിച്ച് വിടത്തുള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ, വാട്ട് എവർ, നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ ട്രെയിലർ ഒന്ന് കാണാൻ ഗൈസ്. കോമഡിയാണ്, ചിരിക്കരുത്. ഓക്കെ, തുടക്കം തന്നെ ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. അതെ, ഏത് ട്രൂ ഇവന്റ്സ് ആണ് ഇവന്മാരൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. इंशाअल्लाह अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा. ബക്തിസ് എന്ന് വെച്ചാൽ എത്രയാണ്? എന്താണെങ്കിലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പൂരാ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ഡയലോഗ് തന്നെ മതസ്പർദ്ധ പരത്തുന്ന ഡയലോഗ്. ഈ സിനിമയ്ക്ക് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്നവന്മാർ യുവമാരുടെ കോണാത്തിലെ പുഴുക്കളായതുകൊണ്ട് അവന്മാർ ഇതൊക്കെ കയറ്റി വിട്ടോ നമ്മുടെ മൂവി എന്ന് പറഞ്ഞ് കയറ്റി വിട്ടോളും. ഓക്കെ, ബാക്കി പഴടാ അവരാതി മക്കളെ, ബാക്കിയുടെ കേൾക്കാം. അവരെ അതും തുടരുന്നു. और पूरे भारत में शरिया लागू होगा. ഊപ്പർ കിടിലം, സമ്മതിക്കണം. ये ब्याह इलीगल രാജസ്ഥാൻ ആദ്യം കാണിക്കുന്നുണ്ട്. है, पॉक्सो केस है ये. 16 साल रही है वो. इन पेपर्स के हिसाब से आपकी छोरी 18 साल की है. सारी जिंदगी बर्बाद कर देगा बात ने समझते ब्याह. ഉമാര് പിന്നെ രാജസ്ഥാൻ കാണിച്ചാലും മധ്യപ്രദേശ് കാണിച്ചാലും കേരളം കാണിച്ചാലും എല്ലാവരും ഒരുപോലെയൊക്കെ ഇരിക്കും. അത്രക്കുള്ളത് ഇവരെ ഉമാർക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ മലയാള സിനിമയും ഉമ്മാരുടെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവന്മാർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. കേരളത്തിനെ പറ്റി ഏതെങ്കിലും ഹിന്ദി സിനിമയ്ക്കകത്ത് ഒരു അക്ഷരം തെറ്റാതെ ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് കാണിക്കുകയാണ്, കൊല്ലം എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് എഴുതിയേക്കുന്നതെങ്കിൽ ഉമ്മാരുടെ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ കൊല്ലം എന്നുള്ളത് കൊള്ളള്ളം എന്നൊക്കെ ആയിരിക്കും എഴുതി വെച്ചേക്കുന്നത്. അതാണ് ഉമ്മാർക്ക് അത്രക്കുള്ള നോളജേ ഉള്ളു. ബാക്കി കേൾക്കാം. मम्मी पापा को बिना അടുത്ത മധ്യപ്രദേശ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP ആണല്ലോ ഭരിക്കുന്നതിനും ഇങ്ങനെയൊക്കെ നടക്കുവോ എനിക്കറിയത്തില്ല. हम कर ही कह रहे हैं शादी. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, पर अगर हम पे भरोसा है तो कर लेते हैं. ഈ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ ഉമ്മാരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന വല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന്മാരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. और रिश्ते की बुनियादी धोखो हो गए, वो रिश्ते के लाने जिंदगी ना लुटा दे हम. माँ फैजान ऐसा नहीं. ഇതിന്റെ ഇതിവൃത്തം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മറ്റേ ലവ് ജിഹാദ്. ബാക്കിയുള്ള മതത്തിൽപ്പെട്ട സ്ത്രീകളെ ഈ മുസ്ലിം യുവാക്കൾ പ്രണയം നടിച്ച് കല്യാണം കഴിച്ച് അവരുടെ മതത്തിലോട്ട് ചേർക്കുന്ന ആ ഒരു സംഭവമാണ് ഇവരുടെ ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം. ഇമാര് മധ്യപ്രദേശ് കാണിക്കുന്നുണ്ട്, രാജസ്ഥാൻ കാണിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാടാ കേരള സ്റ്റോറി ഇതിനകത്ത് പേരിട്ടേക്കുന്നത്? എന്താ വല്ല മധ്യപ്രദേശ് സ്റ്റോറി എന്നാ രാജസ്ഥാൻ സ്റ്റോറി ഇട്ടാ പോരായിരുന്ന? അങ്ങനെ ഇട്ടാ പടം ഓടൂല. കേരള സ്റ്റോറി, കേരളത്തിന്റെ പേര് വന്നാലേ നോർത്തിലെ ക്രാപ്പന്മാര് എന്താണ് കേരളം അറിയാത്തമാര് കുത്തിയിരുന്ന് ഈ തുലിയാർ പടം കാണത്തോളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇട്ടേക്കുന്നത്. എന്തായാലും ബാക്കി പറ. Let's start by living in
കേരളത്തെ സമയത്ത് കണ്ട അവന്മാർക്ക് ഈ പറയുന്ന 4 തെങ്ങും പുഴയും മാത്രമേ കേരളത്തെ പറ്റി അറിയത്തുള്ളൂ. ഇവന്മാർക്ക് ആകെ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പുഴയുണ്ട്, തെങ്ങുണ്ട്. അതുകൊണ്ട് ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവന്മാർക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ടുണ്ട്. കേരളം എഴുതി കാണിച്ചപ്പോഴത്തേക്ക് ഒരു പുഴയും 4 തെങ്ങും. എന്തുവാണ് എടാ, ഇതല്ലടേ കേരളം, ഇതല്ല, ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനല്ല. लिविंग इन मैं कन्वर्ट नहीं होंगी. हाँ और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ 3 ആണുങ്ങൾ 3 സ്ഥലത്തെ കാര്യങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും വളരെ ആദ്യം നല്ല രീതിയിൽ കാണിക്കുകയാണ്. ഈ പെണ്ണ് തന്നെ പറയുന്നുണ്ട് ഞാൻ കൺവേർട്ട് ചെയ്യത്തില്ല. അന്നേരം മറ്റേ വളരെ സ്വാഭാവികമായിട്ട് പറയുന്നു ഞാൻ ഇങ്ങനെയുള്ള ചീസുകളിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇങ്ങനെയൊക്കെ നടിച്ച് ഇവരെ പ്രണയത്തിലാക്കി. എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമർ കുണം മാറുന്ന ഒരു രീതിയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതൊന്നും വല്ലടെ കോമഡി, കൊലക്കോമഡി. ഇനി വരാൻ പോകുന്ന ഒരു ബീഫിന്റെ സീനുണ്ട്, അതാണ് കോമഡി. मेरा सलीम ऐसा नहीं है. written by അമർനാഥ് ജ, വിപുൽ അമൃതുലാൽ ഷാ. അമിത് ഷായുടെ ആരെങ്കിലും ആണോ, എന്തെങ്കിലും ആവട്ടെ. എന്താണെങ്കിലും ഈ അവരാതി മക്കളാണ് ഈ പടം എഴുതിയേക്കുന്നത്. हमारा काम है हिंदू लड़कियों को കിളവ വന്നിട്ട് പറയാ അമാരാകാമേ ഹിന്ദു, വേറെ ഒരു മതവും ഇല്ല, ഹിന്ദു ലടിക്കിയോക്കോ കൺവേർട്ട് ചെയ്യണം. ഇതാണ് എടാ ഇവിടുത്തെ കൺവേർഷൻ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് ഹിന്ദുവിലോട്ട് പോകുന്നുണ്ട്, ഹിന്ദുസ് ക്രിസ്ത്യൻസിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് only one കൺവേർഷൻ, ഹിന്ദുക്കളെ മുസ്ലിം കൺവേർഷൻ. ഇതാണ് അവന്മാരുടെ. അപ്പൊ ഹിന്ദുവിന്റെ വോട്ട് മറിയണമെങ്കിൽ ഈ ഒരു സാധനം വിടണം. പിടികിട്ടിയോ? ഇതാണ് അവന്മാരുടെ പ്രൊപ്പഗാണ്ട സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഒരു ഫേക്ക് നറേറ്റീവ് ആളുകളിലോട്ട് ഇട്ട് അവന്മാർക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം നടപ്പിലാക്കുക. ഈ പറയുന്നത് മൊത്തം കള്ളത്തരമായിരിക്കും, അല്ലെങ്കിൽ വളച്ചൊടിച്ച സത്യങ്ങളായിരിക്കും, അർദ്ധ സത്യങ്ങളായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തം കള്ളത്തരങ്ങളായിരിക്കും കാണിക്കുന്നത്. ഒരു പൂർണ്ണമായിട്ടുള്ള സത്യം ഈ ഒരു പ്രൊപ്പഗണ്ട മൂവിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവന്മാർക്ക് ഒരു ഉദ്ദേശം കാണണം. ഇപ്പം ഇലക്ഷൻ ആയിരിക്കും ഇവന്മാരുടെ ഈ ഉദ്ദേശം. അത് വെച്ചിട്ട് ഹിന്ദുക്കളുടെ വോട്ട് മറിക്കുക, മുസ്ലിംസ് ഹിന്ദുക്കൾക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നു എന്ന് രാജ്യമൊട്ടാകെ ഒരു വിളംബരം നടത്തുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശം. ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു കട്ടും കൂടാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. BJP ഭരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. മുസ്ലിംസ് ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നു എന്നുള്ളൊരു നറേഷനുള്ള മൂവീസിനൊക്കെ പെട്ടെന്ന് കാണിയ പോലും വേണ്ട, എന്താണോ വെച്ചേക്കുന്നത് കൊടുത്ത് വിട്. എനിക്ക് സെൻസറിന് ഈ സാധനം കൊടുക്കുന്നതിന് മേളിൽ ഒരു തുണ്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഹമാര മൂവിയെ സെൻസർ പാസ്സാക്കി വിടുങ്കോ എന്നും പറഞ്ഞ് എഴുതി വെക്കും. അപ്പൊ പിന്നെ കാണത്തൊന്നുമില്ല, ഇപ്പൊ സെൻസർ ഓക്കെ വിട്ടേക്കുന്നു. ഈ പരിപാടിയെ കാണത്തിലൊന്നുമില്ല. അതിനകത്ത് പിന്നെ എന്താ വരാത്തതും വേണമെങ്കിലും പടച്ചു വിടാം, ബാക്കി വെക്കാം. റീല് ചെയ്യുന്ന പെൺകുട്ടി, അതിഷ്ടപ്പെടാതെ തടയുന്ന കാമുകൻ. अरे ये सब नाच गाना ना हराम है. ये तो धोखा है. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ മുസ്ലിം സ്ത്രീകൾ റീല് ചെയ്യാറില്ലേ? ഈ റീല് ചെയ്യുന്ന പെൺകുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോടെ. മുസ്ലിം മതത്തിലോട്ട് പോയി കഴിഞ്ഞാൽ റീലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് പടച്ചു വിടുന്നത്. അയ്യോ എന്നെ അടിയണേ. അപ്പൊ ഇതാണ് റീൽസ് ചെയ്യുന്നവരുടെ അവസ്ഥ. ഓക്കെ, जो रिलीजन में बिलीव ही नहीं करता था. മാറി കുണം മാറി. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കിനകത്തൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞത്, കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ കുണം മാറി. നമ്മൾ ഒരിക്കലും ഏത്തിസ്റ്റ് അല്ല, പ്രണയിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സാധനം വിഷം ഉണ്ടെന്നാണ് സിനിമയിൽ പറയുന്നത്. ഗൈസ്, नई जिंदगी मिल रही तुझे, जीना सीख ले. അപ്പം ഇത്രയും നേരം മറ്റേ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു മേര അബ്ദുള്ള ഐസ നെയ്യേ, മേര അവൻ ഐസ നെയ്യേ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഉമ്മറുടെ വലയിൽ പെട്ടതിന് ശേഷം അവർക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങൾ 3 സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സെയിം ദുരിതങ്ങളാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരള സ്റ്റോറി 2 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. हम यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग. ഡയലോഗ് കേട്ടോ, നമ്മള് യുണൈറ്റഡ് അല്ല എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ യുണൈറ്റഡ് അല്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവരെടുക്കുന്നത്. വിച്ച് മീൻസ് ആ ഒരു ഡയലോഗിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുക ഇവർക്കെതിരെ. പ്യുവർ മതസ്പർദ്ധ പരത്തൽ. ഒരു മതത്തിനെതിരെ ഇത്രയും പച്ചയ്ക്ക് ആഹ്വാനം നടത്താൻ ഇനിയില്ല. ആലോചിച്ച് നോക്ക്, ഹിന്ദുക്കൾ കംപ്ലീറ്റ് ഇവർക്കെതിരെ പ്രവർത്തിക്കണം എന്നാണ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നത്. ഒരു മതത്തിനെതിരെ. आपसे कुछ नहीं चाहिए, बस एक आवाज,
एक सपोर्ट। ഈ പറയുന്ന കാര്യങ്ങൾ കൈകൂപ്പി ഭയങ്കര നിസ്സഹായാവസ്ഥയിൽ കണ്ണീര് ഒലിപ്പിച്ച് പറയുമ്പോഴത്തേക്ക് ആളുകൾ വിശ്വസിക്കും, അയ്യോ നമ്മുടെ നാളെ നമ്മുടെ ഗതിയും ഇതായിരിക്കും, എന്നെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുത്തേക്ക എന്നും പറഞ്ഞിട്ട് പോയി ഇതാകും. ഇതാണ് പ്രൊപ്പഗണ്ട മൂവി, മനസ്സിലായ? ഇതാണ് പ്രൊപ്പഗണ്ട മൂവി. പ്രൊഡ്യൂസ്ഡ് ബൈ വിപുൽ അമൃതുലോൽ ഷോ. ഇത് ബിനാമി പേരാണെന്ന് തോന്നുന്നു. ഒറിജിനൽ പേര് എഴുതി കഴിഞ്ഞാൽ വേറെ പലരുടെ പേരിവിടെ എഴുതി വെക്കേണ്ടി വരും ചിലപ്പോൾ. भूखी मर जाऊंगी. ഇതാണ് സീൻ, ഇതാണ് സീൻ. ആഹാരം കൊടുക്കുന്നത് ഇത് നമ്മുടെ കേരള പൊണ്ണാണ് കേട്ടോ. കേരള പൊണ്ണിനെ മതം മാറ്റാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോയി. അന്നേരം ആഹാരം കൊണ്ടുവെക്കാൻ നേരത്ത് തട്ടിക്കളയാണ്. ഓക്കെ, തട്ടിക്കളയാണ്. ഇതാണ് സീൻ. लेकिन बीफ नहीं खाऊंगी. ചത്താലും ഞാൻ ബീഫ് കഴിക്കത്തില്ലെന്ന് നമ്മുടെ കേരള പൊണ്ണ് പറയുകയാണ് ഗൈസ്. അതുപോലെ പണ്ടില്ല പിള്ളേർക്ക് മൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആഹാരം കൊടുക്കത്തില്ലയോ, അതുപോലെയല്ല ഒരമരുന്ന് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ ഇപ്പൊ ബീഫ് തീറ്റിക്കാൻ പോവാണ്. നിങ്ങളതൊന്ന് കണ്ടോ? ഈ സീനാണ് കോമഡി. ബീഫ് തീറ്റിച്ച യുവക്കളുമാർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊടുത്താ ആരാ തിന്നുന്നേ? ഇങ്ങനല്ല ഇത് കൊടുക്കേണ്ടത്. ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക, അതിനകത്തോട്ട് ചൂട് മുരുമുരാന്നുള്ള പൊറോട്ടയും കൊട്ടിടുക, അതിന്റെ മേളിലോട്ട് ബീഫിന്റെ കറിയോ അല്ലെങ്കിൽ ബീഫോ അങ്ങോട്ട് മ്ലാക്കം അങ്ങോട്ട് ഇടുക. എന്നിട്ട് വേണേ ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ BDF എന്തെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് മാക്കം ഇരുന്ന് വെട്ടും. അതാണ്. അങ്ങനെ കൊടുത്താലേ നമ്മൾ കഴിക്കൂ, അല്ലാതെ ഇങ്ങനെ ഒന്നും കൊടുത്താൽ കഴിക്കൂല. പിന്നെ മലയാളി പിള്ളേർക്ക് ഇങ്ങനെ ബീഫ് മാത്രം കൊടുത്താൽ കഴിക്കാൻ നിൽക്കില്ല. പൊറോട്ട മസ്റ്റ്. ബീഫാണോ പൊറോട്ട മസ്റ്റ്. ഇതൊന്നും അറിയാത്തവന്മാരാണോ? ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്. ഈ മുസ്ലിംസിന്റെ ഇടയിൽ കിടന്ന് വളർന്നവനാണ്. ഇവിടെ പെരുന്നാളിന് വെട്ടുന്ന ബീഫിന് എണ്ണവും കണക്കും ഇല്ല. അത്രയും ബീഫിനെ അവിടെ വെട്ടുന്നത് പെരുന്നാളിന്. അതാ പറഞ്ഞു, ഇവന്മാരൊന്നും കേരളത്തിൽ വന്നിട്ട് പോലും ഇല്ല. നമ്മുടെ കേരളത്തിലെ BJPയുടെ പല നേതാക്കളും, നമ്മുടെ ഗോപാൽജിയൊക്കെ ബീഫിന്റെ വലിയ ഫാനാണ്. നല്ല ബീഫാണെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. BJPയുടെ പല ആളുകളും ബീഫും കൂട്ടി വെട്ടും. അല്ലാതെ അവന്മാര് ഇത് ഇറക്കി വെക്കുന്നത്. ഞാൻ കഴിക്കത്തില്ല ബീഫ്, അത് വേറെ കാര്യം. എനിക്ക് താല്പര്യമില്ല. ഞാൻ മീൻ കഴിക്കത്തില്ല, ബീഫ് കഴിക്കത്തില്ല. ഞാൻ ചിക്കൻ മാത്രമേ നോൺ വെജിന്റെ കൂട്ടത്തിൽ കഴിക്കാറുള്ളൂ. വേറെ ഒരു സാധനം ഒന്നും കഴിക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അല്ലാതെ മറ്റേ ഗോമാതാവ് ഗോ അച്ഛൻ ആ സെറ്റപ്പ് വെച്ചിട്ട് കഴിക്കാത്തതല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല ബീഫ്. ഇതൊക്കെ ഇച്ചിരി ഓവറാണ്. എന്റെ പൊന്നെ, ചത്താലും ഞാൻ ബീഫ് കഴിക്കത്തില്ലെന്നു. അത്രയും ബീഫിനോട് അത്ര എതിർപ്പാ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക്. ഇത് ഏത് കേരളമാണ് ഇത് ഏത് കേരളം? കേരളത്തിൽ ഇങ്ങനെ അവളെ എക്സ്പ്രഷൻ കണ്ടോ? അവളെ കൊണ്ടല്ലേ മറ്റേ വിഷം തീറ്റിപ്പിക്കുന്ന എക്സ്പ്രഷനാ. ഇതൊക്കെ ഇവന്മാരെ കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. ഇവന്മാരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു അരിയും പുണ്ണൊക്കെ അറിയാതെ കേരളത്തെ പറ്റി പറയാൻ നടക്കും ഇവന്മാര്. अम्मी अबे 3 लड़कियां और लानी है, अब की बार ऊंची जात की लड़की लाएं। ഡയറക്റ്റഡ് ബൈ കമാക്യ നാരായണ സിംഗ്. ഇവരൊക്കെ ഏതാടാ ഇവരൊക്കെ? കമക്യ ഇതിന്റെ ആദ്യത്തെ ഫിലിം ഡയറക്ട് ചെയ്ത സുദീപ് സെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു വെടലക്കഴിയാണ് ആദ്യത്തെ സിനിമ. അതുകൊണ്ട് പുതിയവനെ കൊണ്ടുവന്നേക്കാണ്. ഒരുത്തിന് തന്നെ 2 നാഷണൽ അവാർഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത ഈ 2026 നാഷണൽ അവാർഡ് മേടിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഗൈസ് കമാക്യ നാരായണ സിംഗ്. ഇപ്പോഴേ കൈയടിച്ചേക്കാം. സൂപ്പർ ഡാമോനെ, കൺഗ്രാചുലേഷൻസ്. നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. और बामन की लड़की के 12 लाख मिलते हैं. ഓ, ബ്രാഹ്മൺ റെഡ്ഡിക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ 1.2 മില്യൺ ആണ് കിട്ടുന്നത്. 12 ലക്ഷം. വലിയ ഓഫർ ആണല്ലോ. जय लड़की, इस पर जो खर्च करवाया उसका तुम्हें हाथ नहीं का वसूली कर वो. ഓ, ഇങ്ങനെ കൊണ്ടുപോല് മാത്രമല്ല ഗൈസ്, ഇങ്ങനെ വിൽപ്പനയും ഉണ്ടെന്നും കൂടിയാണ് കാണിക്കുന്നത്. ഓക്കെ, ബിസിനസ്. ബിഫോർ യുവർ ഡോട്ടർ ബിക്കം ദെയർ നെക്സ്റ്റ് ടാർഗറ്റ്. ഭയങ്കര സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണ് ഗൈസ്. നിങ്ങളുടെ ആ കുട്ടി അടുത്ത ടാർഗറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് സിനിമ കാണണം കേട്ടോ. സൂപ്പർ. ബാക്കി നോക്കട്ടെ. 27 ഫെബ്രുവരി ഇൻ സിനിമാസ് ഉള്ളി.
അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ കേരള സ്റ്റോറി 2 അവരാധി ട്രെയിലർ. ഇതാണ് ട്രെയിലർ. ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം ട്രിവാൻഡ്രം കഴിഞ്ഞ് ഇനി ഇവളുമാരുടെയൊക്കെ പേര് എന്തിനാണോ എന്തോ. ഒരു കാര്യം ഇതിനകത്ത് എന്തായാലും വളരെ ക്ലിയർ ആണ്. ഇവന്മാരൊന്നും കേരളത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്താണെന്ന് ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ പറ്റിയോ ഒന്നും ഉമാർക്ക് അറിയത്തില്ല. ഇവിടെ ഉമാര് വരുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് കയറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ എന്റെ കിളി പറക്കും. മുസ്ലിംസിന്റെ പള്ളിയും ഹിന്ദുക്കളുടെ അമ്പലവും കൂടെ ചേർന്ന് നടക്കുന്ന എന്തോ ഒരു ഉത്സവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്നല്ല, പല അമ്പലങ്ങളുണ്ട് അതുപോലെ. ഈ രണ്ടുപേരും കൂടെ നടത്തുന്ന ഉത്സവങ്ങൾ. അതാ പറഞ്ഞത്, ഇതൊന്നും ഉമ്മാർക്ക് അറിയത്തില്ല, ഉമ്മാര് കണ്ടിട്ടില്ല. ഇത് ഉമ്മാരുടെ ഭാവനയിലുള്ള കേരളത്തെ പറ്റിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് മധ്യപ്രദേശിന്റെ കാര്യം പറയുന്നുണ്ട്, രാജസ്ഥാന്റെ കാര്യം പറയുന്നുണ്ട്, എന്നിട്ട് കേരളത്തിന്റെ കാര്യം പറയുന്നുണ്ട്, എന്നിട്ട് ഇതിന്റെ പേര് കേരള സ്റ്റോറി. അതിനകത്ത് തന്നെ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട മൂവി 4 പേര് കൈ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശ് സ്റ്റോറി, രാജസ്ഥാൻ സ്റ്റോറി എന്ന് പറക്കി കാണത്തില്ല. ഈ കേരളത്തോട് കുറെ വിദ്വേഷമുണ്ട് ഈ കുറെ അവന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവന്മാർക്ക് ആ കൂടി അറിയാവുന്ന മൂന്നാറ്, വയനാട്, പുഴയുണ്ട്, മലയുണ്ട്, കടലുണ്ട്. ഇത് മാത്രമാണ് കേരളത്തെ പറ്റി അറിയാവുന്നത്. ഈ സിനിമയ്ക്ക് ക്ലിയർ US സർട്ടിഫിക്കേഷൻ ആണ്. സെൻസർ ബോർഡിന്റെ ഒരു തരത്തിലുള്ള കട്ടിങ്ങോ വെട്ടിങ്ങോ ഒന്നുമില്ല. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ JSK, ജാനകി വാസസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതായത് ജാനകി എന്ന് പേരിട്ടതിന്റെ പേരിലാണ് ആ സിനിമ സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് അവസാനം വി ജാനകി എന്നാക്കി അതിന്റെ പേര്. ഇനിഷ്യലി വി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ, അത് ഏത് രീതിയിലും വായിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ബീഫ് ബിരിയാണി കഴിക്കുന്നതിന്റെ പേരിലാണ് ആ സിനിമയ്ക്ക് സെൻസർ കൊടുക്കാതെ പോയത്. അത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നത്. ഇത്രയും അരിച്ചു പിറക്കി ബീഫ് വരെ കട്ട് ചെയ്ത് കളയുന്നവന്മാർ ഇതൊന്നും കട്ട് ചെയ്യാനകത്ത് ഈ ട്രെയിലർ മൊത്തം കട്ട് ചെയ്ത് കളയാനേ ഉള്ളൂ. ഈ ട്രെയിലർ എങ്ങനെയാണ്, സിനിമ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇറക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ജനനായകൻ, അതും ഒരു പ്രൊപ്പഗണ്ട മൂവി തന്നെ ആയിരിക്കും. പുള്ളിയുടെ ലാസ്റ്റ് പടമാണ്. ഓഫ് കോഴ്സ് അതിനകത്തും പുള്ളിയുടെ പൊളിറ്റിക്കൽ സാധനം കുത്തിക്കേറ്റിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ആർമിക്കാരെ പറ്റിയോ മതത്തെ പറ്റിയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനും ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്. സോ ഇവന്മാർക്ക് ഏത് പടവും ഏത് രീതിയിലും എത്രമാത്രം മതസ്പർദ്ധ കുത്തി നിറച്ചും വിടാം. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ സിനിമ വല്ലതും ഇങ്ങനെയുള്ള മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം BJP-യിൽ പോയിട്ട് ഒരു അഡ്മിഷൻ എടുക്കുക. BJP-കാരനാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഭീമാപള്ളി പൊളിച്ചതിനെ പറ്റിയുള്ള സിനിമയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പള്ളി മാറ്റിയിട്ട് ഭീമ അമ്പലം എന്നാക്കുക. ഭീമ അമ്പലം പൊളിച്ചതിനെ പറ്റി ആക്കിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സിനിമ ഇറക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പൊ കോൺഗ്രസ്സുകാരെ പറ്റി വെച്ച് പടം എടുത്തു കഴിഞ്ഞാൽ ഓടത്തില്ല. പക്ഷെ ആ കോൺഗ്രസ്സുകാരുടെ കാര്യം മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വെച്ചിട്ട് പടം എടുത്തു കഴിഞ്ഞാൽ ഓടും. അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു മെക്സിക്കൻ അപാരത. ആ സിനിമയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഹീറോയും കോൺഗ്രസ്സുകാർ വില്ലനും എന്നുള്ള രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്. മഹാരാജാസ് കോളേജിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തുടർച്ചയായിട്ടുള്ള ഭരണം അവസാനിപ്പിച്ചു ഒരു കോൺഗ്രസ്സുകാരൻ വിജയിച്ച കഥയാണത്. ഈ കമ്മ്യൂണിസത്തിന്റെ സിനിമയുടെ ഒരു ഫിനാൻഷ്യൽ വാല്യൂ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ സാധനം വിട്ടു. അതുപോലെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ആസ്പദമാക്കിയിട്ടുള്ള സിനിമകൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഹിന്ദുക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ബാക്കി മതങ്ങളെ അടിച്ച്, പ്രത്യേകിച്ച് മുസ്ലിംസിനെ അടിച്ച് തറ പറ്റിക്കുന്ന തരത്തിലുള്ള സീൻസ് ഒക്കെ കുത്തി നിറച്ചിട്ട് സിനിമ ഇറക്കുവാണെങ്കിൽ അതിന് ക്ലിയർ US സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. സെൻസർ ബോർഡ് ഒരു തരത്തിലുള്ള കത്തി വെക്കത്തില്ല. പിന്നെ അതിനകത്ത് ഐറ്റം ഡാൻസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാവി നിറത്തിലുള്ള ബ്രാ ഇടാൻ പറ്റത്തില്ല, കാവി നിറത്തിലുള്ള ഷഡ്ഡി ഇടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ ഇടരുത്. ഓക്കെ, പച്ച കളറിലുള്ള ഷഡ്ഡി അതിനകത്ത് ചന്ദ്രക്കോലൊക്കെ ഉണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കേഷൻ തരും. നോ ഇഷ്യൂ. അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കാവി ഉണ്ടാവാൻ പാടില്ല. കാവി കളറുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഒരു ചായ കൊടുക്കുന്ന സീൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ചായക്ക് ഇച്ചിരി കടുപ്പം കൂടിയിട്ട് അത് കാവിയായി മാറുവാണെങ്കിൽ തന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ പാലും വെള്ളമോ കട്ടൻ ചായ കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ചിലപ്പം ആ ചായയുടെ കളർ മാറ്റണമെന്നും പറഞ്ഞിട്ട് സെൻസർ ബോർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ തരാതിരിക്കും. അല്ലെങ്കിൽ ആ ചായയുടെ സീൻ കട്ട് ചെയ്ത് കളയേണ്ടേക്ക് വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. കൂടുതൽ ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ അടിയിലൊക്കെ വരുന്ന കമന്റ് ആണ് കൊല കോമഡിയാണ്. മറ്റൊക്കെ കമന്റ്സ് ഒക്കെ പോയി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള കുറച്ച് വകുപ്പൂടെ കിട്ടും. കൂടുതൽ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഗൈസ്. വേറെ കേട്ടരും. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.